ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. യുവർ ഫിഫ്ത്ത് ചാപ്റ്റർ MS Excel 2010 ഫോർമാറ്റിംഗ് ആൻഡ് കാൽക്കുലേഷൻസ്. MS Excel എന്ന ഒരു സോഫ്റ്റ്വെയർ എന്താണെന്നും അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ? MS Excel എന്ന പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. MS Excel എന്ന ആ ഒരു പ്രോഗ്രാം സെല്ലുകളെ ഫോർമാറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടെക്സ്റ്റുകളെ ഫോർമാറ്റ് ചെയ്യുന്നതിനും സോർട്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ ടു അപ്ലൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റിംഗ് സച്ച് ആസ് ഹൗ ടു സെലക്ട് സെൽസ്, എങ്ങനെ സെല്ലുകളെ സെലക്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ സെല്ലുകളെ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അലൈൻ ചെയ്യാൻ സാധിക്കുമെന്നും ഡേറ്റയെ എങ്ങനെയൊക്കെ അലൈൻ ചെയ്യാൻ സാധിക്കുമെന്നുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് പ്രത്യേകമായിട്ട്. യു വിൽ ഓൾസോ ലേൺ ഹൗ ടു ഡു കാൽക്കുലേഷൻസ് ഇൻ എക്സലിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നതെന്നും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആദ്യം തന്നെ കിടക്കുന്നത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, സെല്ലുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ ഭാഗത്ത് കിടക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ചാപ്റ്റർ 5 MS Excel 2010 Formatting and Calculations. MS Excel 2010 has many tools that can be used to format cells and text. In this chapter, you will learn to apply different types of formatting such as how to select cells, format cells, and align data. You will also learn how to do calculations in Excel. Selecting cells. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിവിധങ്ങളായിട്ടുള്ള സെല്ലുകളെ സെലക്ട് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, in Excel you can select a single cell, a set of adjacent cells as well as non-adjacent cells. You can also select an entire row, an entire column, an entire worksheet. In Excel you can select cells using the mouse or keyboard or a combination of both. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ അടുത്തടുത്തുള്ള സെല്ലുകളെ ആവാം, അഡ്ജസൻറ്റ് സെല്ലുകളെ ആവാം, അല്ലെങ്കിൽ നോൺ അഡ്ജസൻറ്റ് അടുത്തില്ലാത്തതാവാം, അല്ലെങ്കിൽ ഒരു എൻറ്റയർ റോ ആവാം, അല്ലെങ്കിൽ ഒരു എൻറ്റയർ കോളം ആകാം, അല്ലെങ്കിൽ ആ വർക്ക്ഷീറ്റിനെ മുഴുവനോ നമ്മൾ സെലക്ട് ചെയ്യാൻ നമുക്ക് എക്സലിൽ സാധിക്കും. അത് എന്തൊക്കെ ഉപയോഗിച്ചാണ്? മൗസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചോ ആണ് അത്തരത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സെലക്ഷൻസ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ടു സെലക്ട് എ സിംഗിൾ സെൽ, ഒരു സിംഗിൾ സെൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. ടു സെലക്ട് എ സിംഗിൾ സെൽ, ക്ലിക്ക് ഓൺ ദ സെൽ വിത്ത് ദ മൗസ് ഉപയോഗിച്ച് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ദ ബോർഡേഴ്സ് ഓഫ് ദ സെൽ അപ്പിയർ ബോൾഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിംഗിൾ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സെല്ലിൻ്റെ ബോർഡേഴ്സ് ബോൾഡായിട്ട് തെളിഞ്ഞു വരും. യു ക്യാൻ ഓൾസോ മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരോ കീസ് ടു റീച്ച് ദ സെൽ വിച്ച് യു ഹാവ് ടു ഫോർമാറ്റ്. അപ്പം ആരോ കീസ്, കീബോർഡിലെ ആരോ കീസ് ഉപയോഗിച്ച് നമുക്ക് ഏത് സെല്ലിലേക്കാണോ സെലക്ട് ചെയ്യാൻ എത്തേണ്ടത് ആ ഒരു സെല്ലിലേക്ക് ആരോ കീ ഉപയോഗിച്ച് മൂവ് ചെയ്ത് എത്താനുള്ളൊരു പ്രൊവിഷനും നമുക്ക് MS Excel പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽസ്, അടുത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ എങ്ങനെയാണ് എക്സലിൽ സെലക്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സെലക്ട് ദ ഫസ്റ്റ് സെൽ ഇൻ ദ ഗ്രൂപ്പ്. നൗ പ്രസ് ആൻഡ് ഹോൾഡ് ഡൗൺ ദ ഷിഫ്റ്റ് കീ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരോ കീസ് സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽസ് യു വാണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ അടുത്തുള്ളതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് സെൽ, ആ ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ സെല്ലിനെ സെലക്ട് ചെയ്ത ശേഷം ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് മറ്റ് ആരോ കീസ് ഉപയോഗിച്ച് നമുക്ക് തൊട്ടടുത്തുള്ള ബാക്കിയുള്ള ഒരേ ഗ്രൂപ്പിൽ വരുന്ന സെല്ലുകളെ കൂടി നമുക്ക് സെലക്ട് ചെയ്യാം. ഓൾ ദി സെലക്റ്റഡ് സെൽസ് വിൽ ബി ഹൈലൈറ്റഡ് ഇൻ ബ്ലൂ കളർ. അങ്ങനെ സെലക്ട് ചെയ്യുന്നതെല്ലാം ബ്ലൂ കളറിൽ ഹൈലൈറ്റഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അഡ്ജസൻറ്റ് സെൽസ് ക്യാൻ ബി സെലക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൗസ് ഓൾസോ. മൗസിൻ്റെ സഹായത്തോടെയും നമുക്ക് അടുത്തുള്ള സെല്ലുകളെ സെലക്ട് ചെയ്യാം. ക്ലിക്ക് ഓൺ ദ ഫസ്റ്റ് സെൽ ആൻഡ് വിത്തൗട്ട് റിലീസിങ് ദ മൗസ് ബട്ടൺ ഡ്രാഗ് ദ മൗസ് ടു സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽസ് യു വാണ്ട്. അപ്പോൾ മൗസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ആദ്യം നമുക്ക് വേണ്ട ഒരു സെല്ലിനെ മൗസ് പോയിൻ്റർ എത്തിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് റിലീസ് ചെയ്യാതെ
മൗസ് ആ ക്ലിക്ക് റിലീസ് ചെയ്യാതെ അത് ഡ്രാഗ് ചെയ്ത് എത്രത്തോളം സെല്ലുകളാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും കൂടി നമ്മൾ സെലക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ് നോൺ അഡ്ജസൻറ്റ് സെൽസ്. അപ്പോൾ അടുത്തുള്ളതല്ലാത്ത ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെലക്ട് ഫസ്റ്റ് സെൽ. ആദ്യത്തെ ഒരു ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. നൗ പ്രസ് ആൻഡ് ഹോൾഡ് ഡൗൺ ദ കൺട്രോൾ കീ ആൻഡ് കീപ്പ് ഓൺ ക്ലിക്കിംഗ് ഇറ്റ് ദ സെൽസ് ദാറ്റ് യു ആർ ടു ബി സെലക്റ്റഡ്. അപ്പം അഡ്ജസൻ്റ് അല്ലാത്ത സെല്ലുകളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഏതാണോ ഒരു ഗ്രൂപ്പിൽ നിന്ന് ആവശ്യമുള്ളത് അതിൽ ഒരു സെല്ലിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ കീയിൽ ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്തതുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എത്രത്തോളം കീകൾ ആവശ്യമുണ്ടോ അതെല്ലാം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. റിലീസ് ദ കൺട്രോൾ കീ വെൻ there are no more cells to be selected. വീണ്ടും എത്രത്തോളം നമുക്ക് ആവശ്യമുള്ളത്രയും ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു കൺട്രോൾ കീ നമ്മൾ റിലീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു സ്മാർട്ട് ടിപ്പ് പറയുന്നുണ്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി. ക്ലിക്ക് ഓൺ ആൻ ആക്റ്റീവ് സെൽ, പ്രസ് F8 ആൻഡ് റിലീസ്. സെലക്ട് ഓൾ അഡ്ജസൻറ്റ് സെൽസ് വിത്ത് ആരോ കീസ്. അപ്പോൾ അഡ്ജസൻറ്റ് സെൽസ് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആക്റ്റീവ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ F8ൽ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്യുക. അതിനുശേഷം അടുത്തുള്ള സെല്ലുകളെല്ലാം ആരോ കീസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ദെൻ പ്രസ് ഷിഫ്റ്റ് പ്ലസ് F8 ക്ലിക്ക് ചെയ്യുക. മൂവ് ടു നോൺ അഡ്ജസൻറ്റ് സെൽസ് ദാറ്റ് യു വാണ്ട് ടു സെലക്ട്. ഷിഫ്റ്റ് പ്ലസ് F8 ക്ലിക്ക് ചെയ്ത ശേഷം നോൺ അഡ്ജസൻറ്റ് സെല്ലുകൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യുക. ഇനി again press shift plus F8 to move to non-adjacent cells and continue the process. ഇനി ഒരു ഷിഫ്റ്റ് പ്ലസ് F8 ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം? നോൺ അഡ്ജസൻറ്റ് സെല്ലുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതാണ് സ്മാർട്ട് ടിപ്പ്. ഇനി അടുത്ത ഭാഗത്ത് ഇനി ഒരു എൻറ്റയർ റോയിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ടു സെലക്ട് ആൻ എൻറ്റയർ റോ, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മൂവ് ടു ദ ഫസ്റ്റ് സെൽ ഇൻ എ റോ. റോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? റോയെ കോളം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നേരെ ഹൊറിസോണ്ടലി കിടക്കുന്നതാണ് റോസ്, വേർട്ടിക്കലി കിടക്കുന്നതാണ് കോളംസ്. അപ്പം നമുക്കൊരു റോ ഫുള്ള് ആദ്യം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൂവ് ടു ദ ഫസ്റ്റ് സെൽ ഇൻ എ റോ. ആ റോയിൽ ഏത് റോയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യുക. ദെൻ പ്രസ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ കീ. കൺട്രോള്, ഷിഫ്റ്റ്, റൈറ്റ് ആരോ കീ എന്നിവ ഒരേ സമയം സെലക്ട് ചെയ്യുക. ടു സെലക്ട് എൻറ്റയർ റോ. അങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ എൻറ്റയർ റോ സെലക്റ്റഡ് ആയിട്ട് വരും. യു ക്യാൻ ഓൾസോ ക്ലിക്ക് ഓൺ ദ റോ ഹെഡിങ്, the horizontal row numbers 1, 2, 3 to select the entire row. നമുക്ക് അങ്ങനെ ചെയ്തില്ല, റോ ഹെഡിങ് സെലക്ട് ചെയ്ത് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എൻറ്റയർ റോ സെലക്റ്റഡ് ആയിട്ട് വരും. ഇനി ഒരു എൻറ്റയർ കോളത്തെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടു സെലക്ട് ആൻ എൻറ്റയർ കോളം, മൂവ് ടു ദ ടോപ്പ് മോസ്റ്റ് സെൽ ഇൻ ദ കോളം. ആ കോളത്തിലെ ടോപ്പ് മോസ്റ്റ് സെല്ലിലേക്ക് പോവുക. അതിനുശേഷം പ്രസ് ദ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ കീ. കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പ്രസ് കൺട്രോൾ ബട്ടൺ കീയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺ ആരോ കീയിൽ സെലക്ട് ചെയ്തിട്ട് എൻറ്റയർ കോളം നമുക്ക് സെലക്ട് ചെയ്യുക. യു ക്യാൻ ഓൾസോ ക്ലിക്ക് ഓൺ ദ കോളം ഹെഡിങ്, ദ വെർട്ടിക്കൽ കോളം നെയിംസ് AB ടു സെലക്ട് ദ എൻറ്റയർ കോളം. ഇനി അതല്ല, നമുക്ക് കോളം ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് എൻറ്റയർ കോളം ഇത്തരത്തിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ടു സെലക്ട് ആൻ എൻറ്റയർ വർക്ക്ഷീറ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷീറ്റിനെ ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രസ് കൺട്രോൾ പ്ലസ് A ഓർ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ടു സെലക്ട് ദ എൻറ്റയർ വർക്ക്ഷീറ്റ്. എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് A നിൽക്കുക. അപ്പോൾ കൺട്രോൾ ഓൾ എന്നാവും, സെലക്ട് ഓൾ ആവും. അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ കൊടുത്താലും നമ്മുടെ വർക്ക്ഷീറ്റ് ഫുള്ളും സെലക്റ്റഡ് ആയിട്ട് വരും. യു ക്യാൻ ഓൾസോ ക്ലിക്ക് ഓൺ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫിഗർ 5.1 ക്ലിക്ക്, അത് ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഫിഗർ 5.1 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡൗൺ ആരോ പോലത്തെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത്
അത് കാണപ്പെടുന്ന എവിടെയാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് അല്ലേ? ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ്, ഇവിടെയാണ് അത് കാണുന്നത് വർക്ക് ഷീറ്റിൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്താലും ആ ഒരു എൻറ്റയർ വർക്ക് ഷീറ്റ് സെലക്റ്റഡ് ആയിട്ട് ഉണ്ടാവും. ഇനി ഇവിടെ ഒരു സ്മാർട്ട് ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. മൂവ് ടു എനി സെൽ ഇൻ ദ റോ ആൻഡ് പ്രസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ടു സെലക്ട് ദ എൻറ്റയർ റോ. അപ്പോൾ ഒരു റോ ഫുള്ള് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത് ആ റോയിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ റോ സെലക്റ്റഡ് ആയി വരും. ഇനി കോളം ആണെങ്കിലോ, മൂവ് ടു എനി സെൽ ഇൻ ദ കോളം ആൻഡ് പ്രസ് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ എൻറ്റയർ കോളവും സെലക്റ്റഡ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് സെലക്ഷൻ ഓഫ്. എങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ എൻറ്റയർ റോ, കോളം, അതുപോലെ തന്നെ ഒരൊറ്റ സിംഗിൾ സെല്ല്, ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെല്ല്, ഗ്രൂപ്പ് ഓഫ് നോൺ അഡ്ജസൻറ്റ് സെല്ല്, ഇതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടത്. ഇനി ഒരു സെല്ല് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഫോർമാറ്റിംഗ് സെൽസ്. Excel gives various formatting options for the cells. You have already learned the formatting of data. There are many other formatting options like alignment, merging, wrapping available in Excel. You can define how text is to be displayed in cells of your worksheet. You can change font, font size, font color, etc. You can even decide borders and colors for cells. Let us start with the formatting of text. അപ്പോൾ നമുക്കൊരു എക്സലിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡേറ്റയുടെ ഫോണ്ട് സൈസ്, കളർ, അതിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അലൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് നമുക്ക് എക്സലിൽ നൽകുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി അടുത്ത ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഓൺ ദ ഹോം ടാബ് അണ്ടർ ദ ഫോണ്ട് ഗ്രൂപ്പ്. ഹോം ടാബിൽ ഫോണ്ട് ഗ്രൂപ്പിനടിയിലാണ് ഈ ഒരു ഭാഗം കാണപ്പെടുന്നത്. എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? സെലക്ട് എ ഫോണ്ട് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ഫോണ്ട്സ് ലിസ്റ്റ്. ഫോണ്ട്സ് ലിസ്റ്റിൽ നിന്ന് ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴോ സെലക്ട് ഫോണ്ട് സൈസ് ഫ്രം ദ ഫോണ്ട് സൈസ് ലിസ്റ്റ്. ഫോണ്ട് സൈസ് ലിസ്റ്റ് അവിടെ അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് ഫോണ്ട് സൈസ് എത്രയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ? ഫോണ്ട് സൈസ് ഇവിടെ ഇപ്പോൾ എത്രയാണ്? 8 ആണല്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഫോണ്ട് സൈസ്. നമുക്ക് അനുസരിച്ച് നമ്മൾ ഈ ഒരു ആരോയിൽ, ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള സൈസ് എത്രയാണോ അത് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും നമുക്ക് ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോണ്ട് സ്റ്റൈലാണ്. ഫോണ്ട് സ്റ്റൈൽ ഏതാണ്? ടൈംസ് ന്യൂ റോമൻ വേണോ അതോ ഏത് ബോൾഡായിട്ടുള്ളത് സ്റ്റൈലുകൾ ഏതാണോ വേണ്ടത്? പലതരത്തിലുള്ള സ്റ്റൈലുകൾ, ടെക്സ്റ്റ് സ്റ്റൈലുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സ്റ്റൈലുകൾ ഇങ്ങനെ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. ഓക്കെ, ഇനി ക്ലിക്ക് ഓൺ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു എ എന്നുള്ളതൊരു ടെക്സ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എന്നുള്ളത് ഒരു പോയിൻ്റ് കൂടും. ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഒരു സൈസ് ഒരു പോയിൻ്റ് കൂടും. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനേക്കാളും സൈസ് കുറവല്ലേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിൻറ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ സൈസ് ഫോണ്ട് കുറയും. നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് ഒരു പോയിൻ്റ് അറ്റ് എ ടൈം കൂട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതേസമയം ഒരു പോയിൻ്റ് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ കാണുന്നത് ബോൾഡ് ഐക്കണാണ്. ഈ ഒരു ബോൾഡ് ഐക്കൺ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന് ഒരു ബോണ്ട് എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ അതൊരു ടൈറ്റിലാവാം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആവാം. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റിന് ബോണ്ടായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ബോണ്ടായിട്ട് ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നതിന് വേണ്ടിയാണ് ഈ ബോണ്ട് ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് അതിൻ്റെ റൈറ്റ് കാണുന്നത് ഇറ്റാലിക് എന്ന് പറയുന്നുള്ളൊരു ഓപ്ഷനാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിന്
ഒരു ഇറ്റാലിക് എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ഒരല്പം ചെരിഞ്ഞുള്ള ഒരു സ്റ്റൈല് നിങ്ങളുടെ ടെക്സ്റ്റിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഇറ്റാലിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട് യു എഴുതിയ ശേഷം അതിനൊരു അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് അണ്ടർലൈൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിന് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിനോ അല്ലെങ്കിൽ ഹെഡിങ്ങിനോ അല്ലെങ്കിൽ ടൈറ്റിലിനോ ഒക്കെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റി കൊടുക്കാം, ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാം. ഇനി അഥവാ നമുക്കങ്ങനെ പെർട്ടിക്കുലറായിട്ട് കൊടുക്കണ്ട, ഒരൊറ്റ പോയിന്റ് മാത്രം കൂടിയാൽ മതിയെങ്കിൽ അത് ഇതിൽ ഞെക്കാം, കുറയണമെങ്കിൽ ഇത് ഞെക്കാം. ഇനി ബോൾഡായിട്ട് ആ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ അതിന് ഈ ബോൾഡ് ഓപ്ഷൻ എടുക്കാം, ഇറ്റാലിക്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫോണ്ടിൻ്റെ ഭാഗത്ത് റൈറ്റ് സൈഡ് എൻഡിൽ കാണുന്നതാണ് ഈ ഒരു ഐക്കണാണ് നിങ്ങളുടെ ടെക്സ്റ്റിന് കളർ ആവശ്യമെങ്കിൽ അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള കളർ ഒരു ബോക്സ് ഓപ്പണായി വരികയും അതിൽ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ്ട് ഗ്രൂപ്പിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് എന്നുള്ളൊരു ഫോണ്ട് ടാബിൽ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരികയും ചെയ്യും. അതാണ് ഈ ഫിഗർ 5.3യിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ടുള്ളത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് തരുന്നത്. ടു യൂസ് സം അഡീഷണൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സച്ചസ് സ്ട്രൈക്ക് ത്രൂ, സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്. ഇനിയിപ്പോൾ സൂപ്പർസ്ക്രിപ്റ്റ് കൊടുക്കണം, സബ്സ്ക്രിപ്റ്റ് കൊടുക്കണം, സ്ട്രൈക്ക് ത്രൂ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനുള്ള ഓപ്ഷൻസും ഇവിടെ അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. നമുക്കിത് കാണാം, ഇത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ, സ്ട്രൈക്ക് ത്രൂ ചെയ്യണമെങ്കിൽ, സൂപ്പർസ്ക്രിപ്റ്റ് കൊടുക്കണമെങ്കിൽ, സബ്സ്ക്രിപ്റ്റ് കൊടുക്കണമെങ്കിൽ, അങ്ങനെ പല ഓപ്ഷൻസും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? The font tab of the format cells dialog box also help you in changing font size and font color. You can also give various effects such as bold, underline and italics. അങ്ങനെ പല ഓപ്ഷൻസ് കൂടി നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ക്ലിപ്പ് ബോർഡിൽ ചെയ്ത അതേ ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെയും ഫോണ്ട് ടാബ്, ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും സ്റ്റൈല്, ഫോണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇറ്റാലിക്കാണോ, ബോൾഡാണോ, സൈസ്, കളർ തുടങ്ങിയ ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്തതൊരു ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അലൈനിങ് ഡേറ്റ മീൻസ് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓർ പൊസിഷൻ ഓഫ് ദ ഡേറ്റ. ഒരു ഡേറ്റയുടെ പൊസിഷനോ അല്ലെങ്കിൽ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യുന്നതിനാണ് അലൈൻ ഡേറ്റ എന്ന് പറയുന്നത്. The data inside a cell can be aligned using options available in the alignment group under the home tab. ഹോം ടാബിന് അടിയിലുള്ള അലൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മളുടെ ഡേറ്റയെ അലൈൻ ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷൻ മാറ്റുന്നത് സെൻറ്ററാണോ, ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ അലൈൻ ചെയ്യുന്നത് ഹോം ടാബിനടിയിലുള്ള അലൈൻമെൻറ്റ് ഗ്രൂപ്പ് ഉപയോഗിച്ചാണ്. സെലക്ട് ദ ഫോളോയിങ് ഓപ്ഷൻസ് ടു ചേഞ്ച് ദ അലൈൻമെൻറ്റ് ഓഫ് ദ ടെക്സ്റ്റ്. അപ്പം പലതരത്തിലുള്ള അലൈൻമെൻറ്റ് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ് ഇനിയിവിടെ പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് അലൈൻ ഉപയോഗിക്കുന്നത് ഇറ്റ് അലൈൻ ടെക്സ്റ്റ് ടു ദ ടോപ്പ് ഓഫ് ദ സെൽ as shown in figure 5.5. ഫിഗർ 5.5ൽ കാണിച്ചിരിക്കുന്നത് പോലെ ടോപ്പ് ലെഫ്റ്റിലാണ് നമ്മളുടെ ടെക്സ്റ്റ് അലൈൻ ചെയ്യണമെങ്കിലാണ് അത് ഉപയോഗിക്കുന്നത്. അടുത്തത് മിഡിൽ അലൈൻ എന്നുള്ളത് ഇറ്റ് അലൈൻസ് ടെക്സ്റ്റ് ടു ദ വെർട്ടിക്കൽ മിഡിൽ ഓഫ് ദ സെൽ as shown in figure 5.5. അപ്പോൾ മിഡിൽ അലൈൻ വെർട്ടിക്കലായിട്ട് ലെഫ്റ്റ് മിഡിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയാണ് ആ മിഡിൽ അലൈൻ എന്നുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബോട്ടം അലൈൻ എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഏറ്റവും താഴെ ഭാഗത്ത് ബോട്ടം ഭാഗത്ത് അലൈൻ ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് അലൈൻസ് ടെക്സ്റ്റ് ടു ദ ബോട്ടം എഡ്ജ് ഓഫ് ദ സെൽ as shown in figure ആൻഡ് അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് ടെക്സ്റ്റിനെ ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് അലൈൻസ് ടെക്സ്റ്റ് ടു ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ സെൽ shown in figure 5.5. then align text റൈറ്റിലേക്ക് ഇതിപ്പോൾ ഇത് ലെഫ്റ്റിലാണെങ്കിൽ
ഇവിടെ കാണിച്ചിരിക്കുന്നത് റൈറ്റ് അലൈൻഡ് ആണ് അല്ലേ, റൈറ്റ് വശത്തേക്ക് അലൈൻ ചെയ്താണ്, ഇത് ലെഫ്റ്റ് വശത്തേക്കാണ്. ഇനി നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അലൈൻ സെൻറ്റർ, ഇറ്റ് അലൈൻസ് ടെക്സ്റ്റ് ദ ഹൊറിസോണ്ടൽ സെൻറ്റർ ഓഫ് ദ സെൽ. ഹൊറിസോണ്ടലി സെൻറ്റർ ഭാഗത്തേക്ക് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അലൈൻമെൻറ്റ് ഗ്രൂപ്പിൽ ടോപ്പ് അലൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. ദെൻ മിഡിൽ അലൈൻ, നടുഭാഗത്ത് അലൈൻ ചെയ്യാൻ വേണ്ടി. ദെൻ ബോട്ടം അലൈൻ, ഈ ഒരു ഓപ്ഷൻ. അതിനുശേഷം ലെഫ്റ്റ് അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ. സെൻറ്ററിലാണെങ്കിൽ ഇങ്ങനെ, അതല്ല റൈറ്റിലാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ MS Excelൽ അലൈൻമെൻറ്റുകൾ ചെയ്യുന്നത്, അലൈനിങ് എ ഡേറ്റ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് MS Excelൽ എങ്ങനെയാണ് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യുന്നതെന്നും പല ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് എങ്ങനെയാണ് ഡേറ്റാസിനെ ഫോർമാറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ടെക്സ്റ്റുകളെ പല രീതിയിൽ അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് MS Excel ഒക്കെ എല്ലാവർക്കും തന്നെ അവൈലബിൾ ആണ്, കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർ ഈ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് അതിൽ പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക. അല്ലാത്തവർ അത് നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം എക്സാമിന് എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഒട്ടും മടി കാണിക്കാതെ നോട്ട് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, hope you enjoy today's class. See you next class.